majority of the people whom you have interacted lately over the last 5 6 years would be Mm-hmm. English speaking people, and if at all Mm-hmm. they spot a video of yours, they would want to listen. Or I mean, I thought we'll have it in English. അപ്പോ Mm-hmm. അത്ര ഇൻസിസ്റ്റ് ചെയ്തു, നോ എനിക്ക് മലയാളത്തിൽ സംസാരിക്കണം. ആൻഡ് ഐ ലവ് ദ വേ യു ഹാഡ് പുട്ട് ഇറ്റ് ആസ് എൻ ആ ഒരു ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്. ആൻഡ് അതിന്റെ ഒരു സുഖം ഉണ്ട് അത് കേൾക്കുമ്പോഴും. യുനോ അത് താങ്ക് യു. ഐ തോട്ട് അത് പ്രശ്നമായോ, ബിക്കോസ് ഞാൻ ആദ്യം എഴുതിയിരുന്നു നമ്മള് കോൺടാക്ട് ചെയ്തപ്പോ ഇൻ മലയാളം എന്ന്. ആൻഡ് ഐ തോട്ട് ഐ ഷുഡ്, ബിക്കോസ് ഐ പേഴ്സണലി ടെൽ യു, ഞാൻ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നൊക്കെ നാച്ചുറലി ഓഫീസിൽ ഇംഗ്ലീഷ് ആണ്, എല്ലായിടത്തും ഇംഗ്ലീഷ് ആണ്. ബട്ട് ഐ ടെൽ യു, ഇഫ് ഐ വോണ്ട് ടു ബി വെരി വൾണറബിൾ, എനിക്ക് എന്നെ പറ്റി തന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ ലാംഗ്വേജ് ഞാൻ മലയാളമാണ് പ്രിഫർ ചെയ്യുന്നത്. ഭയങ്കര ഫോർമൽ ടോണിലായിരിക്കും ഞാൻ സംസാരിക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം നോട്ട് കംഫർട്ടബിൾ ആണ്, പക്ഷെ നമ്മുടെ ആ ക്ലോസ് ടു ഹാർട്ട് ഫീലിംഗ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. I would like to know what is this Center for Women Leadership, right? Yeah, Sure. that is one. And you just concluded our 16-day campaign, international campaign for women. Okay, women empowerment is a purpose, right? Okay. Yeah, അതിനെ കുറിച്ച് ഒന്ന് ഒരു ഇൻസൈറ്റ്സ് തരാമോ ഞങ്ങൾക്ക്? Sure. സോ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സെന്റർ ഫോർ വിമൻസ് ഗ്ലോബൽ ലീഡർഷിപ്പ്, CWGL. അത് റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കസി, വിമൻസ് റൈറ്റ്സ് അഡ്വക്കസി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഇപ്പൊ ക്യാമ്പയിനെ പറ്റി പറയുകയാണെങ്കിൽ 1991 ഗ്ലോബൽ 16 days ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത്. CWGL ആണ്. കുറെ ഫെമിനിസ്റ്റുകൾ പല ഭാഗത്തുനിന്ന് വേൾഡിൽ നിന്ന് വന്നിട്ടായിരുന്നു അവരുടെ ഒരു ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 91 ക്യാമ്പയിൻ ലോഞ്ച് ആവുന്നത്. And usually the days are from November 25th to December 10th. And it's against 16 days of activism against gender-based violence എന്നാണ് ക്യാമ്പയിൻ്റെ മുഴുവൻ പേര്. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെതിരെ, അതും വിമൻസ് റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് വന്ന ക്യാമ്പയിനാണ്. ആൻഡ് സിൻസ് 1991 more than 6,000 organizations in 185 countries ഇത് എല്ലാ വർഷവും ആനുവൽ ക്യാമ്പയിൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ യുണൈറ്റഡ് നേഷൻസ്, UN ഉണ്ട്, NGOs ഉണ്ട്, ഗ്രാസ് റൂട്ട്സ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗവൺമെന്റ്സ് ഉണ്ട്. അപ്പം ഇതൊരു അവയർനെസ് റേസിങ്ങിനും അതുപോലെ തന്നെ കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റുകളോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ വിമൻസ് റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യണം, അവർക്ക് മെഷേഴ്സ് ഉണ്ടാക്കണം. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അവയർനെസ്. അപ്പൊ ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ആണ് ഫോക്കസ്. ആൻഡ് ദിസ് ഇയർ അപ്പൊ എല്ലാ വർഷവും നമുക്ക് യൂഷ്വലി ഒരു തീം ഉണ്ടാവാറുണ്ട്. ആൻഡ് CWGL ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്, സെന്റർ ഫോർ വിമൻസ് ഗ്ലോബൽ ലീഡർഷിപ്പ് ആണ് ഇതിന്റെ ഗ്ലോബൽ കോർഡിനേറ്റേഴ്സ്. അപ്പൊ എല്ലാ വർഷവും, അപ്പം ഈ വർഷം ഞങ്ങളുടെ തീം എന്ന് പറഞ്ഞാൽ എൻഡിങ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇൻ ദ വേൾഡ് ഓഫ് വർക്കിന്റെ മേഖലയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസിനെതിരെ. അത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഒരു സബ് ഫോക്കസ് ഉണ്ടായിരുന്നു, അത് ഇൻഫോർമൽ വിമൻ വർക്കേഴ്സ് ആയിരുന്നു. അതായത് ഇൻഫോർമൽ സെക്ടറിലുള്ള, ഇപ്പം നമ്മൾ അൺഓർഗനൈസ് സെക്ടർ എന്ന് പറയും, അസംഘടിത തൊഴിലാളി ആ മേഖലയിലുള്ള സ്ത്രീകൾ. അതിൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, വെജിറ്റബിൾ സെല്ലേഴ്സ് അതുപോലെ തുടങ്ങിയവരുണ്ട്. ഞാൻ വേസ്റ്റ് പിക്കേഴ്സ് പറഞ്ഞു തോന്നുന്നു. പിന്നെ ഹോം ബേസ്ഡ് വർക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ ഇന്റർനാഷണൽ ക്ലോതിങ് ബ്രാൻഡ്സ് ഉണ്ട് അല്ലേ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ more than 50 million ആളുകളാണ് ഹോം ബേസ്ഡ് വർക്കേഴ്സ്. അവരെ സ്ത്രീകൾ വീട്ടിലിരുന്നാണ് ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇടയ്ക്ക് ഇന്റർമീഡിയറീസ് ഉണ്ടാവും. അപ്പൊ അവരെ ശരിക്കും ആ കമ്പനികൾ കാണുന്നില്ല. അപ്പം ഈ വർഷം ഞങ്ങളുടെ ഫോക്കസ് ഈ ഇൻഫോർമൽ വിമൻ വർക്കേഴ്സ്, ഈ സെക്ടറിലുള്ള, അതും 740 million വർക്കേഴ്സ് ഉണ്ട് ലോകത്ത് മുഴുവനായിട്ട്, ഇൻഫോർമൽ വിമൻ വർക്കേഴ്സ് ഉണ്ട്. ആൻഡ് കോവിഡ് കാരണം അവരുടെ ജീവിതം ഭയങ്കര, ഓൾറെഡി അവർ വൾണറബിൾ സ്റ്റേറ്റിലാണ്. പലർക്കും കോൺട്രാക്ട്സ് ഇല്ല, ലോ ലൈക്ക് വേജസ് ആണ്, അതുപോലെ ഡീസന്റ് വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ല. ഇതിനെല്ലാം മേലെയാണ് ഇപ്പൊ കോവിഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഇപ്പോൾ വീട്ടിൽ ഡൊമസ്റ്റിക് ഹെൽപ്പ് അതുപോലുള്ള ആളുകളുടെ കാര്യം എടുത്താൽ അവരുടെ വർക്ക് സ്പേസ് ഹോമാണ്. അപ്പോ അത് കാരണം ഇപ്പൊ കോവിഡ് വന്നതോടെ അവർക്ക് വൈറസ് കോൺട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടിയിട്ടുണ്ട്. അവർക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത്? അപ്പം ഞങ്ങൾ ഈ വർഷം ക്യാമ്പയിനിങ്ങിൽ ഹൈലൈറ്റ് ചെയ്തത് ഇവർക്കെതിരെയുള്ള, അതായത് ഇൻഫോർമൽ വിമൻ വർക്കേഴ്സിനെതിരെയുള്ള വയലൻസും ഹറാസ്മെന്റിനും എതിരായിട്ടാണ്. November 25th മുതൽ December 10th വരെ ഇപ്പൊ ജസ്റ്റ് ക്യാമ്പയിൻ കൺക്ലൂഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് കൂടുതൽ ഈ പ്രാവശ്യം ഓൺലൈൻ ക്യാമ്പയിൻ ആയിരുന്നു, നാച്ചുറലി ബിക്കോസ് കോവിഡ് റിലേറ്റഡ് സർക്കംസ്റ്റൻസസ്. പക്ഷേ ഇറ്റ് വാസ് വെരി ലൈക്ക് ഇൻസ്പയറിംഗ് ടു സീ ഹൗ മെനി ഓർഗനൈസേഷൻസ് ആക്ച്വലി ടുക്ക് ഓൺ ദിസ് തീം. ആൻഡ് അവര് അവയർനെസ് ഇപ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ഈ ക്യാമ്പയിൻ തീം എടുത്തിട്ട് വർക്കേഴ്സിന് ഇടയ്ക്ക് തന്നെ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്ത് ഈ വർക്കർ റൈറ്റ്സിനെ പറ്റി
കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞങ്ങൾ കുറെ പാർട്ട്നേഴ്സ് ഓർഗനൈസേഷനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ വർക്കേഴ്സുമായിട്ടുള്ള. അപ്പം അങ്ങനെ പല രീതിയിൽ പാർട്ട്ണർ എൻഗേജ്മെന്റ് ഉണ്ട്, ഗ്രാസ് റൂട്ട്സിൽ എൻഗേജ്മെന്റ് ഉണ്ട്. അങ്ങനെ അതാണ് ബ്രോഡ് ഫ്രെയിംവർക്ക്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ എളുപ്പം പറയാം. ഞങ്ങളുടെ മെയിൻ ഒരു ഫോക്കസ് ILO കൺവെൻഷൻ 190 പറയും. അഗൈൻ ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ലൈക്ക് ടു മച്ച് ടെക്നിക്കൽ സ്റ്റഫ് ഹിയർ. പക്ഷെ ഈ കൺവെൻഷൻ ഈ നിയമ എന്താ പറയാ ഒരു ഭേദഗതിയാണ്. അത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഹരാസ്മെന്റിനെതിരെയാണ്. UN 2019 അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇപ്പോ ചെയ്യുന്ന ഒരു എയിം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്സിനോടെല്ലാം പറയാണ് റാറ്റിഫൈ ദിസ് കൺവെൻഷൻ. ഈ കൺവെൻഷൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം വർക്ക് പ്ലേസ് ഹരാസ്മെന്റിനും വയലൻസിനും എതിരെ സ്ത്രീകൾക്ക്. അപ്പോൾ ഇറ്റ്സ് കോൾഡ്, ഞങ്ങളുടെ ഹാഷ്ടാഗ് തന്നെ റാറ്റിഫൈ ILO 190 എന്നാണ് ക്യാമ്പയിനിങ്ങിന്റെ വൺ ഓഫ് ദ ഹാഷ്ടാഗ്സ്. സോ ഐ തിങ്ക് ദാറ്റ്സ് pretty much about the campaign. So you were the campaign manager. What are the roles? As in, I know this is spread across so many countries, and either say like awareness happens with the people, as in ഈ പറഞ്ഞ അസംഘടിത മേഖലയിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ഈ അവയർനെസ് കൊടുക്കണം. At the same time, policy makers need to be aware of that they need to take action. അപ്പോ എങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണ്? അപ്പോ ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു ഗ്ലോബൽ കോർഡിനേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ആശിഷ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗ്രൂപ്പ്സിനോടും കൂടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ വർക്കേഴ്സിന്റെ കൂടെ, ഇപ്പൊ ഞങ്ങൾ ഡയറക്റ്റ്ലായിട്ട് ചിലപ്പോൾ വർക്കേഴ്സുമായിട്ട് കോണ്ടാക്ട് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ വർക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അതുപോലെ പിന്നെ ഞങ്ങളിപ്പോ വിയേഗോ അങ്ങനെ തുടങ്ങിയ കുറെ ലിസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ITWF എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവരുമായിട്ടെല്ലാമാണ് പാർട്ട്ണർ ചെയ്യുന്നത്. പിന്നെ ഈ വർഷം മുഴുവൻ ഞങ്ങൾ അവരുമായിട്ട് കൺസൾട്ടേഷൻസ് ഓർഗനൈസ് ചെയ്തു. ഈ സ്ത്രീകളുടെ ഈ സെക്ടറുകളിലുള്ള, ഇപ്പൊ ഞാൻ ചില സെക്ടേഴ്സ് പറഞ്ഞല്ലോ, അഗ്രികൾച്ചറൽ സെക്ടർ ഉണ്ടാവും, അല്ലെ ഹോം ബേസ്ഡ് വർക്കേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്. ഓരോ സെക്ടറിലെയും പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ, അതായിരുന്നു പ്രിപ്പറേഷൻ ഫോർ ദ ക്യാമ്പയിൻ. ഈ ഇവരുമായിട്ട് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസുമായിട്ട് നമ്മൾ കൺസൾട്ടേഷൻസ് ഓർഗനൈസ് ചെയ്തു. മെയിൻലി ഓൺലൈൻ ആയിരുന്നു ഈ വർഷം, നാച്ചുറലി ബിക്കോസ് ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് കോവിഡ് കാരണം. അപ്പോ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾ ഒരു ആഡ്വക്കസി ഗൈഡ് ഡെവലപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 40 പേജ് ഡോക്യുമെന്റ് ആണ്. അപ്പം റിലീസ് ചെയ്തിരുന്നു ഈ ഗൈഡ്. മേ ബി ഐ ക്യാൻ ഷെയർ ദ ലിങ്ക് ലേറ്റർ. അപ്പോ ആ ഗൈഡിലാണ്, അപ്പൊ അതാണ് ഞങ്ങൾ ഒരു ലൈക് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു റിസോഴ്സ് ക്യാമ്പയിനിങ്ങിന് മുമ്പായിട്ട് ഇത് തയ്യാറെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ടൂൾ കിറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇതിനെ പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ പറയുന്നത് ആ മെയിൻലി പാർട്ട്നേഴ്സിന്റെ സൈഡായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ UN ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞതുപോലെ ആ UN കൺവെൻഷനിൽ ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ UN ഗവൺമെന്റ്സും ഞങ്ങളുടെ ഒരു ടാർഗറ്റ് യൂണിറ്റ് ആണ്. ഇൻ ദ സെൻസ് ഞങ്ങൾ ഈ കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഗവൺമെന്റ്സിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചില വർക്കൊക്കെ ചില പാർട്ട്ണർഷിപ്പിലും കോൺവെർസേഷൻസിലും ഒക്കെ ഗവൺമെന്റ്സ് കടന്നു വരാറുണ്ട്. ഞങ്ങൾ ഗവൺമെന്റ്സുമായിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ കൺവെൻഷൻ റാറ്റിഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങളുടെ UNFPA ഒരു വൺ ഓഫ് ദ UN ബോഡീസ് ആണ് ഞങ്ങളുടെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്. അപ്പം അവരുമായിട്ട് ചേർന്ന് ഇവന്റ്സ് നടത്താറുണ്ട്. അപ്പം ബേസിക്കലി ആസ് എ ഗ്ലോബൽ കോർഡിനേറ്റർ ഐ തിങ്ക് ഐ വുഡ് പേഴ്സണലി ലൈക്ക് ടു സീ മോർ ഓഫ് കുറച്ചും കൂടെ ഗ്രാസ് റൂട്ട്സിൽ ഇറങ്ങുന്ന വർക്ക്. അപ്പൊ അതിപ്പോ നേപ്പാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേപ്പാളിൽ ഞങ്ങൾ NGOs ആയിട്ട് ഡയറക്ട്ലി വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ there might be like more engagement there. അപ്പം യെസ്, വർക്കേഴ്സ് ഒരു ടാർഗറ്റ് യൂണിറ്റ് ആണ്. പിന്നെ UN ഉണ്ട്, NGOs ഉണ്ട്, ഗവൺമെന്റ്സ് ഉണ്ട്. അപ്പം ഇത്രയും ഇവരെ എല്ലാം ഒരുമിച്ച് ആണ് കൊണ്ടുവരുന്നത്. So it's kind of a vision. A vision ഒരു time frame ഉണ്ടോ? Like it will happen as in whatever you our motto or vision fulfill ചെയ്യാനായിട്ട് so many months or years, or is there any some such timeline? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഞങ്ങളുടെ മോട്ടോ പറഞ്ഞ എ വേൾഡ് വിതൗട്ട് വയലൻസ് ഇസ് പോസിബിൾ എന്നാണ്. അപ്പം അത് ഞാൻ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് നമുക്ക് ഇൻഡിവിജ്വൽ ആക്ഷൻസ് എടുക്കാം, കളക്റ്റീവായിട്ട് ആക്ഷൻസ് എടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നിർത്താൻ പറ്റും, പക്ഷെ അതിന് വി നീഡ് ആക്ഷൻസ് ഫോർ ദാറ്റ്. അപ്പൊ ആ മോട്ടോ അനുസരിച്ച് യെസ്. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഞങ്ങൾ വെച്ചിരുന്നു 2025 ഒരു 25 കൺട്രികൾ ഈ കൺവെൻഷൻ ILO കൺവെൻഷൻ 190 റാറ്റിഫൈ ചെയ്യണം എന്നൊരു ഗോൾ വെച്ചിരുന്നു. വി ബീൻ ജസ്റ്റ് ഫോളോയിങ് അപ്പ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 3 കൺട്രികൾ, മൂന്നാമത്തെ കൺട്രി ഓൾമോസ്റ്റ് കൺവെൻഷൻ ഒരു നമീബിയ, ആഫ്രിക്കൻ കൺട്രിയാണ്, അത് റാറ്റിഫൈ ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് റാറ്റിഫൈഡ് എന്ന് പറയാം. അപ്പോ ബേസിക്കലി അങ്ങനെ ഒരു ഗോൾ വെച്ചിട്ടുണ്ട്.
പിന്നെ മെയിൻലി ഞങ്ങൾക്ക് അഗൈൻ ഇറ്റ്സ് എന്താ പറയാ, ഒരു എൻ ഗോള് നമുക്ക് വളരെ ഡിഫിക്കൾട്ട് ആണ് ഇതില്. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ഈ പാർട്ട്നേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുക, പിന്നെ അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഓരോ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാ വർഷവും ഉണ്ടാവും. സോ അങ്ങനത്തെ ഐ മീൻ ചെറിയ ചെറിയ ഗോളിൽ കൂടെ വലിയ ഗോളിൽ എത്താനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഐ ടോൾഡ് യു വേൾഡ് വിതൗട്ട് വയലൻസ് ഇസ് പോസിബിൾ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. So how does the statistics look like, as in, if you compare like നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ like നമുക്ക് വേണമെങ്കിൽ India as a country you can take, where do we stand in terms of the violence against women? Or okay, എനിക്ക് ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് നമ്പേഴ്സ് കിട്ടണില്ല. ബട്ട് ഇന്ത്യയില് ഇപ്പൊ കോവിഡ്, എസ്പെഷ്യലി കോവിഡിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ നമുക്കറിയാം ഡൊമസ്റ്റിക് വയലൻസ് കേസസ് വളരെ കൂടിയിട്ടുണ്ട്. ഹോട്ട് ലൈനിലേക്കുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ കോൾസ് കിട്ടുന്നതനുസരിച്ച്, അത് ഇന്ത്യയിൽ മാത്രമല്ല ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പൊ ഇന്ത്യയില് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്, അപ്പൊ നമ്മൾ ലോകം മുഴുവൻ എടുത്താൽ ഇന്ത്യയിൽ മാത്രമല്ല അഗൈൻ ഒരു ടെൻഡൻസ്, ഒരു ട്രെൻഡ് കാണുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, 137 ആണെന്ന് തോന്നുന്നു സ്ത്രീകളാണ് ആവറേജ് ഓൺ എ ഡെയിലി ബേസിസ് കിൽഡ് ബൈ ദെയർ ഇന്റിമേറ്റ് പാർട്ട്നേഴ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്. അപ്പം വീടാണ്, ഹോം ഇസ് ദ മോസ്റ്റ് അൺസേഫ് പ്ലേസ് ഫോർ വിമൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് അത് തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും പലയിടത്തും എനിക്ക് തോന്നുന്നു പലതും അണ്ടർ റിപ്പോർട്ടഡ് ആണ് സ്ത്രീകൾക്കെതിരെ ഉള്ള വയലൻസ്. പിന്നെ നമുക്കറിയാം വർക്ക് പ്ലേസിൽ പിന്നെ വിശാഖ ഗൈഡ് ലൈൻസ് പോലുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം ആർ ദേ ബീങ് എൻഫോഴ്സ് പ്രോപ്പർലി എന്നാണ്. അപ്പൊ അവിടെയാണ് ഇതുപോലുള്ള നിയമ സാധ്യതകൾ, ILO കൺവെൻഷൻ 190 പോലുള്ള, അപ്പൊ അതിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ്സ് ഈ കേസസ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ കോർട്സ് ഉണ്ടാക്കണം, അല്ലെ ലേബർ ഇൻസ്പെക്ടറേറ്റിനെ നിയമിക്കണം. അപ്പം ഇതിന് നമ്മൾ നിയമം ഉണ്ടാക്കിയിട്ട് അത് മറക്കുകയല്ലോ, അതിനെ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ആണ് വേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് വളരെ ഒരു വല്ലാത്ത കേസാണ്. പിന്നെ അഗൈൻസ്റ്റ് വർക്ക് പ്ലേസ് ഹെറാസ്മെന്റ്, അപ്പം ഈ കൺവെൻഷനിൽ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് സ്പേസ് മാത്രമല്ല. അതാണെന്ന് തോന്നുന്നു എനിക്ക് ILO കൺവെൻഷൻ 190 പറ്റി പറയുമ്പോൾ അതില് വർക്ക് റിലേറ്റഡ് ട്രിപ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം വർക്ക് സ്പേസ് ആയിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ പല മേഖലയിലും നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ ഹാസ് എ ഗുഡ് ട്രാക്ക് റെക്കോർഡ് എന്ന് തോന്നുന്നു ഇൻ ടേംസ് ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. ഐ മീൻ ആക്ച്വലി നമ്മൾ വാർത്ത എടുത്താൽ തന്നെ ഇറ്റ്സ് എ വെരി ഡിസ്ഹാർട്ടനിങ് സ്റ്റോറി. അപ്പൊ നമുക്കറിയാം ഡൽഹി പോലത്തെ ഇൻസിഡൻസ്, അതും ഷി വാസ് ഹറാസ്ഡ് ഇൻ എ പബ്ലിക് സ്പേസ് അപ്പം എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് സ്പേസിലെയും പബ്ലിക് സ്പേസിലെയും വയലൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ സൈബർ വയലൻസ് കൂടി വരുന്നു. സോ ഐ തിങ്ക് വി ഡോണ്ട് ഹാവ് എ ഡെർത്ത് ഫോർ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. ലൈക്ക് അതിന് വേണ്ട പോളിസികൾ പ്രാപ്തമാണോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് തോന്നുന്നത്. You have worked in different projects for UN, and that too entirely different. Like agriculture was one, at the same time technology was another. You have also worked on the social media aspect. So how do you switch these and what kind of roles are interested on you? Research and policy analysis ആണ് എൻ്റെ പ്രിയപ്പെട്ട, ലൈക്ക് that's areas close to my heart. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ അതിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അതിപ്പോ ഞാൻ ക്യാമ്പയിനിങ്ങിൽ ചെയ്തതും അതാണ്. മെയിൻലി ഞങ്ങൾ സോഷ്യൽ മീഡിയ ആണ്, മെയിൻലി ട്വിറ്റർ ആൻഡ് ഫേസ്ബുക്ക് ഉപയോഗിച്ചു. മെയിൻലി ബ്രോഡ്ലി എനിക്ക് ഇഷ്ടമുള്ള ഏരിയ ജെൻഡർ പോളിസിയാണ്, വിമൻസ് റൈറ്റ്സ് ആൻഡ് വിമൻസ് ഇക്കണോമിക് എംപവർമെന്റ് എന്നൊരു വിഷയം. പിന്നെ അതുപോലെ തന്നെ മൈഗ്രേഷൻ സ്റ്റഡീസ് ഇഷ്ടമുള്ള ഏരിയ ആണ്. അത് UN വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റ് അതായിരുന്നു. ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്. പിന്നെ ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ് ടെക്നോളജി ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡെവലപ്മെന്റ്. അപ്പം ഈ 3 ഏരിയ ആണ് എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത പ്രോജക്ട്സിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന കുറച്ച് ഏരിയകൾ ഇതാണെന്ന് തോന്നുന്നു. കമ്മിങ് ബാക്ക് ടു യുവർ UN ക്വസ്റ്റ്യൻ, അങ്ങനെ ന്യൂ സ്കൂളിൽ വന്നു. ആൻഡ് ഇൻ 2015 അപ്പം 2 വർഷത്തെ മാസ്റ്റേഴ്സ് ആണ് ന്യൂ സ്കൂളിൽ ചെയ്തത്. അപ്പം ഇൻ 2015 തോന്നുന്നു അവരൊരു UN സമ്മർ സ്റ്റഡി പറഞ്ഞിട്ട് ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങി. അതായത് UN പാർട്ട്ണർഷിപ്പിലൂടെ കുട്ടികൾക്കായിട്ട് UN എക്സ്പോഷർ കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം അതിലേക്ക് അവരുടെ ഒരു പ്രോജക്റ്റ് UN വിമനിൽ ഉള്ള പ്രോജക്റ്റ് ആയിരുന്നു. വിമൻ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഹൗ ക്യാൻ വി റീച്ച് ഔട്ട് ടു ദം. അപ്പൊ അതിനോട്ടുള്ള റെക്കമെൻഡേഷൻസ്. അപ്പൊ അതിന് 3 സ്റ്റുഡൻസിനെ ആ ഫുൾ പ്രോഗ്രാമിൽ നിന്ന് സെലക്ട് ചെയ്തു. അപ്പൊ അത് ഒരാൾ അഫ്ഗാനിസ്ഥാനും ഒരാൾ ചൈനയും
ഒരാൾ. അപ്പൊ ഓഫ് കോഴ്സ് അത് തേർഡ് പേഴ്സൺ എനിക്ക് അവർ എന്നെയും സെലക്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ 3 കൺട്രി എന്നുള്ള ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരു നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ 3 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. And that was a UN Women project. And it was interesting. As students, ഞങ്ങൾ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുക അവരുടെ ഓഫീസിന് മുന്നിൽ ടു ഗെറ്റ് അവര് നമ്മളെ നോട്ടീസ് ചെയ്യുക എന്നൊക്കെ തോന്നുമ്പോൾ അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് UN അസൈൻമെന്റ്. അതൊരു വളരെ 2 മാസത്തേക്കുള്ള അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദ ന്യൂ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അഗൈൻ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും അപ്പോൾ ഒരു ഫുൾ ടൈം ജോബിനാണ് ട്രൈ ചെയ്തത്. സോ ഐ തോട്ട് ഐ വാസ് മോർ കീൻ ഓൺ ദ UN. അപ്പോൾ ഞാനൊരു UN ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യായിരുന്നു ആ സമയത്ത്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ഇൻ ടു IFAD, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. UNന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. റോമിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, പക്ഷേ ന്യൂയോർക്കിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വെയർ ഐ ഇന്റേൺ ഫോർ 6 months. ആൻഡ് UN ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. അപ്പൊ അവിടെയായിരുന്നു ജോലി ബേസ്ഡ്. സോ മൈ മെയിൻ ടാസ്ക് വാസ് കവറിങ് ഓൾ മെയിൻ മീറ്റിംഗ്സ്, ഗവൺമെന്റൽ മീറ്റിംഗ്സും ഓൾമോസ്റ്റ് കുറെ റിപ്പോർട്ട്സ്, ഓൾമോസ്റ്റ് 33 റിപ്പോർട്ട്സ് എഴുതുകയായിരുന്നു മെയിൻ. അവിടെ ഒരു മെയിൻലി ലൈക്ക് എ ജേർണലിസ്റ്റ്, ലൈക്ക് റിപ്പോർട്ടിംഗ് ഓൺ ദ പ്രൊസീഡിങ്സ്. പിന്നെ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. കുറെ റൂറൽ ഫാമേഴ്സ്, പല രാജ്യത്തു നിന്നുള്ള വിമൻ ഫാമേഴ്സ് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ internship samayathu. So that was one project. And later I became a consultant, a policy consultant for UN DESA, the Department of Economic and Social Affairs, UNന്റെ സെക്രട്ടേറിയറ്റിലുള്ള ഒരു entity ആണ്. അപ്പൊ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മൈഗ്രേഷനിലായിരുന്നു ആ പ്രോജക്റ്റ്. അഗൈൻ അതില് മെയിൻലി ഉള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ SDGs എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയും. അതിലൊരു മൈഗ്രേഷൻ ഇൻഡിക്കേറ്റർ UN ഡെവലപ്പ് ചെയ്യായിരുന്നു. ലോകത്ത് മുഴുവനുള്ള മൈഗ്രേഷൻ നമ്മൾ അതിന്റെ ഫ്ലോസ് എങ്ങനെ മെഷർ ചെയ്യും. പക്ഷെ അതിനായിട്ട് UN എന്ന് പറഞ്ഞാൽ തന്നെ 193 മെമ്പർ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ മെമ്പർ സ്റ്റേറ്റ്സുമായിട്ട് ആലോചിച്ചാണ് എല്ലാം തീരുമാനിക്കുക. അപ്പോൾ എന്റെ മെയിൻ ജോലി ഗവൺമെന്റുകളെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, ഈ ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്. ആൻഡ് ദ മെയിൻ ചാലഞ്ച് വാസ് വി ഹാഡ് മെനി കൺസ്ട്രെയിൻസ്. അവരെല്ലാം ന്യൂയോർക്കിൽ കൊണ്ടുവരാൻ ഫണ്ടിങ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അങ്ങനെ പല കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് I kind of recommended that നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇവിടെ എളുപ്പം. That was in 2017. എന്നിട്ട് അപ്പോൾ ഉള്ള അടുത്ത കൺസേൺ ഹൗ അബൌട്ട് സേഫ്റ്റി അല്ലേ, ഐ മീൻ സേഫ്റ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ്. ഇത്രയും ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സോ ഐ മീൻ അഗൈൻ ഞങ്ങൾ ഒരു വേറെ UN ഓഫീസുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഒരു ടെക്നോളജി യൂണിറ്റുമായിട്ട് ഞങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ആൻഡ് almost 122 member states ne ഒരുമിച്ച് കൊണ്ടുവരാൻ. And the greatest challenge for me there was not like any grand ഒരു കാര്യങ്ങൾ, പക്ഷെ ടൈം സോൺ, ഇത്രയും രാജ്യങ്ങളുടെ ടൈം സോൺ നമ്മൾ എങ്ങനെയാണ് ന്യൂയോർക്കുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ഇന്റർനാഷണൽ ഡിപ്ലോമസി ഈസ് ഓൾസോ അബൌട്ട് ടൈം സോൺസ്. വളരെ ചെറിയ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്, അങ്ങനെ ഒരു ടൈം സ്ലോട്ട് കണ്ടുപിടിക്കാൻ. സോ ദാറ്റ് വാസ് മൈ പ്രോജക്ട് ആസ് എ കൺസൾട്ടന്റ്. പിന്നെ അഗൈൻ കുറെ പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് ദ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി വഴി. അപ്പോ ഐ തിങ്ക് ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഒരു ബ്രോഡ് UN projects ചെയ്തത്. You did your MA in communication. MA in development studies. First completed MA in development studies. അത് IIT മദ്രാസ് എന്നായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ അഫയേഴ്സ് ദ ന്യൂ സ്കൂൾ എന്നുള്ള ന്യൂയോർക്കിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അപ്പൊ അത് മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ അഫയേഴ്സ് പറഞ്ഞു തോന്നുന്നു. അപ്പോ right. So that was your choice, right? Yeah. So I mean IIT കഴിഞ്ഞിട്ട് there was a brief period where I think like എന്റെ സീനിയേഴ്സ് ഒക്കെ ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ and actually എനിക്ക് തോന്നുന്നു ഒരു പിയർ പ്രഷറും ഉണ്ടായിരുന്നു. So I was maybe a little like directionless ആയിട്ട് ഒരു clueless ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. അപ്പോൾ IITയിൽ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ്, അതായത് 5 വർഷം ഒരുമിച്ചുള്ള മാസ്റ്റേഴ്സ് ആണ് ചെയ്തത്. അത് അന്ന് ഞാൻ ചെയ്യുമ്പോൾ 3 വിഷയങ്ങൾ, യൂഷ്വലി IIT എഞ്ചിനീയറിംഗുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാം ആണ്. ഇൻ കേസ് എനി സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എൻട്രൻസ് എക്സാം, HSEE എന്നാണ് എൻട്രൻസിന്റെ പേര്, വേറൊരു ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ് ഇതിന്. സോ ഐ റോട്ട് ദി എക്സാം ഇൻ 2007. അപ്പൊ അങ്ങനെയാണ് IITയിൽ. അപ്പൊ 5 years അന്ന് ഡെവലപ്മെന്റ് സ്റ്റഡീസും ഇക്കണോമിക്സും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഡെവലപ്മെന്റ് സ്റ്റഡീസും ഇംഗ്ലീഷും ആണ് മെയിൻലി അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ 5 year മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് there was a phase where I സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം I gave it like prelims എഴുതി, but I didn't clear it.
And I slowly like realized that's not my cup of tea എന്നൊരു ഫീലിംഗ് വന്നു. And somehow അപ്പോ ഒരു തോന്നി it's not what I wanted to do എന്നൊരു ഫീലിംഗ് വന്നു. And അപ്പോ I had again different options. അപ്പോ like one was to ഒരു ഇയർ ഇരുന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്ത് സിവിൽ സർവീസ് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ, or else ഹയർ സ്റ്റഡീസിൽ ഇപ്പൊ ഞാൻ പഠിച്ച ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തന്നെ എനിക്ക് ഹ്യൂമൻ റൈറ്റ്സ് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം there was another option to like എന്താ പറയാ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം I chose the second option, which was ഹയർ സ്റ്റഡീസിന് പോവാൻ തീരുമാനിച്ചു. But again ആ പോയിന്റ് it was not easy. I struggled a lot and it was kind of risk taking അല്ലേ. നമുക്കറിയില്ല, നമ്മൾ തന്നെ തീരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ അക്കൗണ്ടബിൾ ആണ്, അത് ചീത്തയാവാൻ നല്ലതും ആവാം. സോ ഐ മീൻ ആൻഡ് ഇറ്റ്സ് ലൈക്ക് അങ്ങനെ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ പോയി ആ ഫേസിൽ. ആൻഡ് ഫൈനലി ഐ തോട്ട് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു US-ലേക്ക്. ഇറ്റ് വാസ് നോട്ട് പെട്ടെന്ന് എനിക്ക് അത് കുറെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, GRE എഴുതണം. ആൻഡ് ഐ ഡിഡ്ന്റ് റിയലി ഹാവ് മച്ച് ടൈം ടു പ്രിപ്പയർ. അപ്പൊ എല്ലാം 3 മാസത്തിലാണ് അപ്ലൈ ചെയ്തു വരുന്നത്. You tried civil service, so then you decided to switch over. Did you get a kind of sense of failure or something at that point? So I look at you as a kind of role model that for many students who would want to explore the possibilities like this. It's quite unapproachable to some extent. ഒരു അപ്രാപ്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യം. So and you found ways, once you decided that you want to do this, doors were opening up, kind of like you got scholarship, so many things like that. Would you like to walk me through as in what is the process on the brief Yamo? തീർച്ചയായിട്ടും. And firstly I totally relate to what you said about that feeling of failure. I mean totally relate to it. And I still feel that ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. And I don't know, maybe എന്തൊരു കോട്ട് കണ്ടിട്ടുണ്ട്, ഈ ജേർണി ആണ് ഇമ്പോർട്ടന്റ് ഡെസ്റ്റിനേഷനെക്കാട്ടിലും എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ്. അപ്പം ഐ മീൻ സ്ട്രഗിൾ ഇസ് ലൈക്ക് അത് പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്കിപ്പോ എസ്പെഷ്യലി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈയിടെ ഏതോ ഒരു ഇവന്റിൽ സ്റ്റുഡൻസിനോട് കുറച്ച് സംസാരിക്കാൻ പറ്റി. ഇപ്പം കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഹൈസ്കൂൾ സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് അവരോട് പറയാൻ തോന്നിയത്, നമ്മളൊരു യാത്രയായിട്ട് നോക്കുകയാണെങ്കിൽ, കരിയർ എന്ന് പറഞ്ഞ ഒരു യാത്രയായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ യാത്രയിൽ എന്താണ്, ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോൾ കുണ്ടും കുഴി ഉണ്ടാവും. ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ. അല്ലെ കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും തോന്നുന്നത് ഓക്കെ എന്നാ വേറെ വഴി പരീക്ഷിക്കാം, അപ്പൊ വേറെ വഴി കൂടെ പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു കരിയർ അതുപോലെയാണ്. നമ്മൾ ബ്രോഡ്ലി എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കി കണ്ടാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസിയർ ആൻഡ് യു ക്യാൻ ബി ലെസ് ഹാർഡ് ഓൺ യുവർ സെൽഫ്. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസ്, ഇപ്പം എപ്പോഴും നമ്മുടെ സൊസൈറ്റി അല്ലെ, സൊസൈറ്റി ഭയങ്കര എക്സ്പെക്ടേഷൻ വെക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ മേലെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് വെക്കും, നമ്മൾ തന്നെ വെക്കും. അപ്പം ഇതെല്ലാം ഇറ്റ് ഷുഡന്റ് ലീഡ് ടു എ സ്റ്റേറ്റ് വെയർ നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്തിനെ അത് ബാധിക്കുന്ന അവസ്ഥകൾ, ഐ മീൻ പേഴ്സണലി എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് I mean, talking about your basic question about going back to UN as well, ഇല്ല, എനിക്ക് അമ്മയായിരുന്നു ആക്ച്വലി മെയിൻ ഇൻസ്പിറേഷൻ. അപ്പോ സോ എനിക്ക് അച്ഛൻ വാസ് മോർ അബൌട്ട് അച്ഛൻ ബുക്സും വായനയുടെ ലോകമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അമ്മയാണ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. സോ ഐ ഷുഡ് acknowledge that. അപ്പോ അമ്മ ഒരു ഇമോഷണലി ആ സപ്പോർട്ട് തന്നതും. അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട്, ഇപ്പൊ UN Women തുടങ്ങിയത് 2010-ലാണ്. അമ്മ യൂസ് ടു ഈ പേപ്പർ കട്ടിങ് സൂക്ഷിക്കുമായിരുന്നു അമ്മ. ഈ ന്യൂസ് ഇപ്പം നല്ല കോഴ്സസ്, ഈവൻ IIT കോഴ്സ് അങ്ങനെ എന്തോ കണ്ടിരുന്നു, പത്രത്തിൽ കണ്ടിട്ടാണ്. അപ്പൊ അമ്മ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും ഇതെല്ലാം. അപ്പൊ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു, ഇതാ കണ്ടോ UN-ന്റെ വർക്ക് കണ്ടോ, അവര് ചെയ്യുന്ന വർക്ക് കണ്ടോ, ഇങ്ങനെ പുതിയ സ്ത്രീകൾക്കായിട്ട് ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് മെയിൻ ഇൻസ്പിറേഷൻ. പക്ഷെ അപ്പൊ ഒന്നും അത് അൺറീച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈവൻ ന്യൂയോർക്ക് വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഡിസ്റ്റന്റ് ഗോൾ ആയിട്ടാണ്, അവിടെ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ പിന്നെ പല സാഹചര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഇറ്റ് ഓപ്പൺ ഡോർസ്. ഇപ്പൊ ആ ന്യൂ സ്കൂളിലെ UN സമ്മർ സ്റ്റഡിയും അങ്ങനെയൊക്കെ. അപ്പൊ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് പോകണം. അപ്പൊ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഐ മീൻ ഐ തിങ്ക് യു ഷുഡ് നെവർ ഗിവ് അപ്പ്. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് അൺറീച്ചബിൾ ആയിട്ട് ഓക്കെ നമുക്ക് അങ്ങനെ തോന്നാം, ഉള്ള അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാം, ബട്ട് ജസ്റ്റ് ഒരു ഫോക്കസ്ഡ് അപ്രോച്ച് കൂടെ പതുക്കെ വഴിയിലെത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ആസ് ഐ സെഡ് കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവിതം പറയുകയാണെങ്കിൽ there were phases, I mean maybe 2018 ഫേസ് ആയിരിക്കാം, ലോങ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വർക്കിന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്.
വളരെ ഇമോഷണൽ ലോ ഫേസസിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും നമ്മുടെ റെസ്യൂമേൽ നോക്കുമ്പോൾ എല്ലാം വളരെ വലിയ കാര്യങ്ങളും നമുക്ക് എഴുതാം റെസ്യൂമേൽ, പക്ഷെ എനിക്ക് തോന്നുന്നു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. സോ I think I want you to think that അത് കുറെ ups and downs ഉണ്ട്, and just be prepared for it. And unreachable ആയിട്ട് ഒന്നുമില്ല. We follow ഒരു ഫോക്കസ്ഡ് അപ്രോച്ച്, അല്ലെ നമ്മുടെ ഇഷ്ടങ്ങളെയും പെർസ്യൂ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു അതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ ഫോളോ ചെയ്യുക. അപ്പൊ അത് എവിടെയെങ്കിലും ഒക്കെ നമ്മളെ എത്തിക്കുന്നു തോന്നുന്നു. Of course, yeah. Amma had a vision. That's a different, point. But then, taking humanities, both parents are like chemistry teachers. Dad, Madhu sir is, he is master of many things. A national award winner, author. I think he was a revolutionary in terms of the kind of opportunities he has explored. In terms of movie, filmmaking, documentaries. What made you think that I can go with humanities? And of course, it could be your preference. But then, how was the response from your parents? I should say yes. കാരണം അച്ഛനും അമ്മയും ഒരിക്കലും എന്നെ ഒന്നും പ്രഷറൈസ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ ലൈക്ക്, പക്ഷെ ഐ ബീൻ ഇൻഫ്ലുവൻസ് ബൈ ദം. ഇപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛൻ പറഞ്ഞ കുറെ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സോ ഐ ഗോട്ട് എ സെൻസ് നമുക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ ഇങ്ങനെ നർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അച്ഛനും അമ്മയും കെമിസ്ട്രിയാണ്. അച്ഛൻ ഇപ്പൊ റിട്ടയർഡ് കെമിസ്ട്രി പ്രൊഫസറാണ്, അമ്മ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി ടീച്ചർ NSSന്റെ. അപ്പം ബേസിക്കലി ഞാൻ +2 വരെ സയൻസ് സ്റ്റുഡന്റും ആയിരുന്നു. അപ്പൊ സിൻസ് 10th സ്റ്റാൻഡേർഡ് എനിക്കറിയായിരുന്നു എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള വിഷയം പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററി ആയിരുന്നു. ആൻഡ് ഐ വാസ് ക്ലിയർ അബൌട്ട് ഇറ്റ്. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര കരിയർ ഗോൾ ഒന്നും അന്ന് നമുക്ക് ചിന്തിച്ചുണ്ടാക്കുന്ന പ്രായമല്ലല്ലോ. പക്ഷെ ഐ ടോൾഡ് ദം ദാറ്റ് എനിക്ക് ഈ ഏരിയകളാണ് ഇൻട്രസ്റ്റ്. അപ്പൊ എന്റെ കൂടെ ഉള്ള എല്ലാ ലൈക് മിക്ക ക്ലാസ്മേറ്റ്സും കോച്ചിങ്ങിന് പോവാണ്, മറ്റേ ഐദർ എൻട്രൻസ് അല്ലെങ്കിൽ മെഡിസിൻ. അപ്പൊ എനിക്കും അങ്ങനെ ആ ഒരു പ്രഷർ, ഒരു പിയർ പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു ക്ലിയർ കട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു +1 ആയപ്പോഴാണ് IIT കോഴ്സിനെ പറ്റി കേൾക്കുന്നതും ഒക്കെ. അപ്പോ ബട്ട് ബേസിക്കലി അച്ഛനും അമ്മയും പ്രഷറൈസ് ചെയ്തിട്ടേ ഇല്ല. അവര് പറഞ്ഞു ഓക്കെ ലൈക്ക് നിനക്ക് ഇതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ പോയിക്കോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കര സഹായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ വെരി അൺഹാപ്പി എന്ന് തോന്നുന്നു. That also makes sense because നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ പോയി കഴിയുമ്പോൾ that makes a lot of things easier as compared to something you don't know and then you're struggling with that. I totally agree with you. അത് പൂർണ്ണമായിട്ട് അഗ്രി ചെയ്യുന്നു. അപ്പൊ അതിൽ ഞാൻ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു അച്ഛൻ and അമ്മ. ആ സമയത്ത് അങ്ങനെ എന്നെ ഇഷ്ടമില്ലാത്ത ഏരിയയിലേക്കും ലൈക് വിഷയങ്ങളിലേക്കും പഠിക്കാനൊന്നും ലൈക് they didn't force me at all. And അവര് ഭയങ്കര കരിയർ ഇതിലൊന്നും ലൈക്ക് അങ്ങനെ സംസാരിച്ചിട്ടുമില്ല, നീ ഇന്ന ആളാവണം അല്ലെങ്കിൽ ഇന്ന ജോലിയാണ് എത്തേണ്ടതൊന്നും. സോ they just left it open ended. അപ്പൊ എനിക്ക് കൂടുതൽ പോസിബിലിറ്റീസ് അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നു. അല്ലെങ്കിൽ I would have been just constrained that okay ഈ വഴി കൂടെ പോയി ഇവിടെ എത്തൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ I don't think എനിക്ക് ആ ഒരു ചിലപ്പോൾ ഒരു കറേജോ എന്നിൽ തന്നെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ഈവൻ US അപ്ലൈ ചെയ്യാൻ പോലും ഉള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ yeah, I'm really grateful to both of them. Yeah, talking about sorry to cut you there. Talking about confidence, it's like everywhere there is a comparison, and that itself will put you down. Say like from school there will be comparison, from at home there is a comparison. So there are chances that the student will get. I'm always talking about the student perspective because I'm placing you as a role model in that. As a for a student, okay. So and I think the whole conversation also I'm trying to orient towards that, as in how one can set their goals and how to identify what you love to do, your strengths, weaknesses, all those things at a very young age. And എനിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു I was still at times I feel like okay, am I doing it what I want to do? I mean still I'm confused. Appo at a very early stage ഒരു കുട്ടിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റണം, if he or she can identify this is my this is what I want to do, then
they can grow into sky's the limit എന്ന് പറഞ്ഞ പോലെ. അപ്പോ how was your confidence built from your school days? ഇപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ സ്വയം ഇവാലുവേറ്റ് ചെയ്യാറില്ല, സോ ഐ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദർ. പക്ഷേ എനിക്ക് തോന്നുന്നു ലൈക് കോൺഫിഡൻസ് കംസ് വെൻ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഇഷ്ടവും ഒരു പൂർണ്ണ ബോധം ഉണ്ടാകുമ്പോഴാണെന്ന് തോന്നുന്നു കോൺഫിഡൻസ് വരുന്നത്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സംതിങ് എക്സ്റ്റേണൽ, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യമാണ്. ആൻഡ് എസ്പെഷ്യലി പേരൻസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രേസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്, റൂട്ട്സ് ആൻഡ് വിങ്സ് എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് അവർ റൂട്ട്സും വിങ്സും കൊടുക്കണം. റൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ വളർന്ന സാഹചര്യത്തെ പറ്റിയാവാം, നിങ്ങൾ താമസിക്കുന്ന സോഷ്യോ ഇക്കണോമിക് കോണ്ടെക്സ്റ്റും അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം അവർക്ക് വിങ്സും കൊടുക്കുക. അതായത് നിങ്ങളായിട്ട് പൊയ്ക്കോ, ഞങ്ങളുടെ പാത പിന്തുടരണ്ട എന്ന് പറയുക. അപ്പോ ഐ തിങ്ക് ഇത് രണ്ടും പേരൻസ് ശ്രദ്ധിക്കണം തോന്നുന്നു കുട്ടികളുടെ കാര്യത്തിൽ. ആൻഡ് ഐ മീൻ ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ നിന്നാണ് സംസാരിക്കാൻ പറ്റുക, ലൈക് നോട്ട് ലൈക് ജനറലൈസിങ് ഹിയർ. അപ്പോ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ 10th സ്റ്റാൻഡേർഡിലോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു ഐഡിയ പ്രായത്തിലുണ്ടാവും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ റഫ്ലി സ്റ്റുഡൻസിന് അറിയാമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വിഷയങ്ങളായിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക, കൂടുതൽ ഇവന്റ്സിൽ പോവുക. അപ്പൊ ഇങ്ങനെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ NGO എക്സ്പേർട്സിനെ അന്ന് മീറ്റിംഗിലും ഇവന്റുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി IIT ഡേയ്സ് ആണ് അത് കൂടുതൽ, സ്കൂൾ ഡേയ്സ് അല്ലായിരുന്നു. ബട്ട് അപ്പൊ അവരുടെ വർക്കിനെ പറ്റി അറിയുക. അപ്പം നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക, ഇഷ്ടമുള്ള അതിപ്പോ നിങ്ങൾക്ക് തന്നെ വഴികൾ കണ്ടെത്താനൊക്കെ പറ്റും. അപ്പൊ മെയിൻലി പിന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക. ഇപ്പൊ എപ്പോഴും ഇപ്പൊ നമുക്കറിയാല്ലേ, സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും ഐഡിയോളജിക്കലായിട്ടും ഒന്നും എഗ്രി ചെയ്യാത്തവര് അവരുമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ ചിലപ്പോൾ തോന്നാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികൾ അങ്ങനെയല്ല ശീലിക്കേണ്ടത്. ദേ ഷുഡ് ലൈക്ക് ലേൺ ടു ലൈക്ക് ആ ഒരു ഒപ്പോസിങ് വ്യൂസിനെ പറ്റി അറിയുക, നിങ്ങൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റേറ്റീവ് രീതിയിൽ വളരുക. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൺലൈൻ എസ്പെഷ്യലി നമ്മൾ കോവിഡ് കാരണം, ഓക്കെ കോവിഡിന് കുറെ നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മുടെ എല്ലാം ജീവിതം ഇമ്പാക്റ്റഡ് ആണ്. പക്ഷെ ഇപ്പം കുറെ സാധ്യതകൾ ഓപ്പൺ ആണ്. കോവിഡ് കാലത്തല്ല, അതിനു മുമ്പും ഉണ്ട് ഓൺലൈൻ സാധ്യതകൾ. ഇപ്പൊ നിങ്ങൾ ഒരു 10th സ്റ്റാൻഡേർഡ് കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ്, ഇപ്പൊ ഫ്രഞ്ചിൽ നിങ്ങൾക്ക് ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ സാധ്യതകൾ ഉണ്ട് ഇപ്പോ ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് ലൈക് ട്രെയിൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഈ അടുത്തൊരു ഒരു ഹയർ സെക്കൻഡറി ഒരു ടീച്ചേഴ്സിന്റെ ഒരു പ്രോഗ്രാമിന് സംസാരിക്കുകയായിരുന്നു, ഒരു വെബിനാറിൽ. അപ്പം ഒരു സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞു, ഞാൻ കോവിഡിന്റെ ഞങ്ങളൊരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിൽ അതിനെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാം നെഗറ്റീവ്സ് പറയുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി പറഞ്ഞു, ഞാനിപ്പോ കോവിഡ് കാരണം ഞാൻ ഒരു പുതിയ ഭാഷ പഠിച്ചു, ഒരു കോഴ്സേറ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ജാപ്പനീസ് പഠിക്കാൻ തുടങ്ങി. സോ ഐ തിങ്ക് ഐ വാസ് വെരി ലൈക് പ്ലസന്റ്ലി സർപ്രൈസ്ഡ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി എന്റെ ഒരു 1, 2, 3 ഇപ്പൊ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് പറയുകയാണെങ്കിൽ ഐ വുഡ് സേ അറ്റൻഡ് as many events, മീറ്റിംഗ്സ്, ലൈക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലെ. പിന്നെ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഏരിയയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ മാനേജ്മെന്റിൽ ഒരു ടേം ഉണ്ട്, SWOT അനാലിസിസ് എന്ന് പറയാറുണ്ട് അവര്. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. അപ്പം അറ്റ്ലീസ്റ്റ് ഓക്കെ ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് മാറ്റി നിർത്തി സ്ട്രെങ്തും വീക്ക്നെസ്സും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ പ്രിപ്പയർ ദിസ് ചാർട്ട് വേർ ഐ റോട്ട് ഡൗൺ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്. അപ്പൊ സ്ട്രെങ്തിലാണ് റിസർച്ച് അങ്ങനെ കുറെ ഏരിയാസ് കയറി വന്നത്. ആൻഡ് വീക്ക്നെസ്സിൽ ഓക്കെ ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്, വീക്ക്നെസ് ലിസ്റ്റ് ഇസ് ലോങ്ങർ ദാൻ മൈ സ്ട്രെങ്ത് ലിസ്റ്റ് ഫോർ ഷുവർ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു സെൽഫ് ഇവാലുവേഷൻ അറ്റ് എവറി സ്റ്റേജ് ഇസ് വെരി ക്രൂഷ്യൽ എന്ന് തോന്നുന്നു. അതിപ്പം സ്കൂൾ കുട്ടിയാണെങ്കിലും കോളേജ് ആണെങ്കിലും ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. സോ ഐ തിങ്ക് ഐ വുഡ് സേ ലൈക് കണ്ടിന്യൂസ് സെൽഫ് ഇവാലുവേഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കുക, റൈറ്റ് ഇറ്റ് ഡൗൺ സോ ദാറ്റ് ഇറ്റ്സ് മോർ കോൺക്രീറ്റ് ദാറ്റ് വേ. പിന്നെ റീഡ്, റൈറ്റ്, connect with more people. അത്രേ പറയുന്നുള്ളൂ. I think they say areas of improvement rather than putting it as weakness. So as in so that even though list will be a little longer, you can identify from there what are the areas that you definitely want to improve. Kind of just I really like that. I think it's a better term. ഈ SWOT-ല് W ആണ് നമ്മൾ വീക്ക്നെസ് എഴുതുക. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്, ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ്. Your name itself is very poetic, Ardra Manasi, and interestingly you are a poet and you have published poems.
So, how was your childhood? What age you started reading, and what were your interests? What kind of books interested you, and who are the authors who inspired you? നമുക്ക് പേരിനെ പറ്റി പറയുകയാണെങ്കിൽ പേരിന്റെ കോപ്പിറൈറ്റ് ഞാൻ അച്ഛന് കൊടുക്കുന്നു. സോ അച്ഛനാണ്. അപ്പൊ അച്ഛന് ബംഗാളി സാഹിത്യം ഭയങ്കര ഇഷ്ടമാണ്, മലയാളം സാഹിത്യത്തിന്റെ കൂടെ തന്നെ. അച്ഛൻ മധുരങ്കര. അപ്പൊ അച്ഛൻ എനിക്ക് തോന്നുന്നു മനസി ഈസ് ടാഗോസ് ഫസ്റ്റ് പോയിട്രി കളക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ആ ബംഗാളി ലിറ്ററേച്ചറിൽ നിന്ന് വന്നു. പിന്നെ ആർദ്ര മനസി എന്ന് പറഞ്ഞ ഐ തിങ്ക് അച്ഛൻ ഉദ്ദേശിച്ചത് ലൈക്ക് വെൻ യു റീഡ് ഇറ്റ് ആ വേർഡ്സ് രണ്ടും കൂടെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആർദ്രം എന്ന് പറഞ്ഞാൽ കമ്പാഷൻ എന്നുള്ള അർത്ഥമുണ്ട്. സോ കമ്പാഷനേറ്റ് ഉള്ള ആള് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അച്ഛൻ ഇട്ടത്. ബട്ട് ഐ യൂസ് ടു ടെൽ മൈ ഫ്രണ്ട്സ് ഐ ഹാവ് ടു ലിവ് അപ് ടു മൈ നെയിം ആൻഡ് ദാറ്റ്സ് നോട്ട് വെരി ഈസി അല്ലേ. അപ്പൊ ഇങ്ങനെ മെയിൻലി ഇറ്റ് വാസ് ടാഗോർ ആ കണക്ഷൻ ആൻഡ് മലയാളം വാക്കുമായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ. ആൻഡ് യുവർ ക്വസ്റ്റ്യൻ അബൌട്ട് പോയിട്രി, എക്സാക്ട്ലി എപ്പോഴാണ് ആദ്യമായിട്ട് ബുക്ക് വായിച്ചത് ഓർമ്മയില്ല, ബട്ട് ഇറ്റ് വാസ് വെരി യങ് മേ ബി. അപ്പൊ ഞാൻ വായിച്ചത് കൂടുതൽ മലയാളത്തിലാണ്, മലയാളം പുസ്തകങ്ങളാണ് കൂടുതൽ വായിച്ചിരുന്നത്. അപ്പം അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാൻ ആ മദർ ടങ്ങുമായിട്ടാണ് ആദ്യം കണക്ട് ചെയ്തത് ബിഫോർ ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ടു ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ വായിച്ച മുഴുവൻ ആദ്യം വായിച്ച ഒരു ഷോർട്ട് സ്റ്റോറി ടാഗോറിന്റെ കാബൂളിവാല എന്നുള്ള ഒരു കഥയാണ്. അത് വായിച്ചിട്ട് ഞാൻ 2-3 ദിവസം കണ്ടിന്യൂസ്ലി കരയുകയായിരുന്നു. ബിക്കോസ് അതിലൊരു മിനി എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടിയും ഒരു അഫ്ഗാനിന്ന് വന്ന ആളും ആ ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പിന്നെ അതിൽ ടാഗോർ കൈൻഡ് ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് ആ കഥ തന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലിറ്ററേച്ചറിന്, ഈ എഴുത്തിന് നമ്മളെ മുറിവ്, നമ്മളുടെ മനസ്സിലെ വൂണ്ടി ഏൽപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ആദ്യം എനിക്ക് തോന്നി. അതൊന്ന് മനസ്സിലായി. കുറച്ച് വാക്കുകളാണ്, പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് ഇറ്റ് വൂണ്ട്സ്. അപ്പോ അതായിരിക്കാൻ അച്ഛനാണ് ആ ബുക്ക് തന്നത്, ലൈക്ക് വായിക്കുക പറഞ്ഞിട്ട്. അപ്പൊ ബേസിക്കലി അങ്ങനെ അച്ഛനാണ് മെയിൻലി ഒരു റീഡിങ് കുറെ ബുക്സ്. അപ്പൊ അച്ഛനൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. സോ ഐ ഹാഡ് ദ ഫ്രീഡം ടു ജസ്റ്റ് ഗോ ടേക്ക് ഇറ്റ്. അപ്പം പിന്നെ എനിക്ക് ഏതോ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ ചെറുപ്പത്തിൽ എന്തൊക്കെ കവിതകൾ എഴുതാൻ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ അതിനൊന്നും കവിതയെന്ന് വിളിക്കുന്നില്ല. പിന്നെ ഹൈസ്കൂൾ സമയത്താണെന്ന് തോന്നുന്നു പിന്നെ മലയാളത്തിൽ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. അപ്പൊ എഴുതാൻ തുടങ്ങിയപ്പം മറ്റേ മാതൃഭൂമിയിൽ ബാലപംക്തി എന്നൊരു കോളം ഒരു ഉണ്ടായിരുന്നു, കുട്ടികൾക്കായിട്ടുള്ള സെക്ഷൻ. അപ്പൊ ഞാൻ കവിതകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാൻ ഇൻട്രസ്റ്റിംഗ്ലി അവിടുത്തെ ഒരു എഡിറ്റർ ഉണ്ട്, ഇപ്പോഴും എനിക്ക് ആരാണ് അതിന് പിന്നിലെന്ന് അറിയില്ല, പക്ഷെ കുട്ടേട്ടൻ എന്നാണ് ഹി യൂസ് ടു സൈൻ ലെറ്റേഴ്സ്. അപ്പം ഈ കുട്ടേട്ടൻ ഈ കവിത അയച്ചു കൊടുത്തിട്ട് കവിത പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടേട്ടന്റെ ഒരു ലെറ്റർ വരും, ഒരു പോസ്റ്റ് കാർഡിലെ ലെറ്റർ വന്നിട്ട് അതിൽ എഴുതുണ്ടാകും കവിത നന്നായിരുന്നു, ഇത് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇൻസെന്റീവ് ആയിരുന്നു. അപ്പൊ കുട്ടേട്ടന്റെ എഴുത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ആ സമയത്ത് കൂടുതൽ കവിത എഴുതിയിട്ടുള്ളത് തോന്നുന്നു. അപ്പം അന്ന് ആ ഒരു സ്കൂൾ കാലത്തിലെ കവിത എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് ഒരു കളക്ഷൻ ജലതർപ്പണം എന്നായിരുന്നു, അതിന്റെ +1 സമയത്ത്, അതായിരുന്നു ഫസ്റ്റ് പോയട്രി ബുക്ക്. ഉന്മ പബ്ലിക്കേഷൻസ് ആണ് അത് റിലീസ് ചെയ്തത്. അപ്പോ അതിനുശേഷം കുറെ നാൾ ഒന്നും എഴുതിയില്ല. പിന്നെ IIT പോയി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലായി പോയട്രി ഇഷ്ടം. ആൻഡ് എനിക്ക് ഇൻസ്പയർ ചെയ്ത് ഓഫ് കോഴ്സ് കമലാദാസ്, മാധവിക്കുട്ടി, കമല സുരയ്യ. ആൻഡ് ഐ വാസ് റിയലി ഡ്രോൺ ടു സ്ത്രീകളെ പറ്റിയിട്ടുള്ള, സ്ത്രീകളുടെ ഇന്നർ വേൾഡിനെ പറ്റിയിട്ടുള്ള അവരുടെ എഴുത്ത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസും ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഹെർ ഓട്ടോബയോഗ്രഫിയും അതുപോലെ തന്നെ പോയംസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ വേറെ ഇഷ്ടമുള്ള പോയിട്ട് AK രാമാനുജൻ ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പോയിട്ട്. ഹി വാസ് എ പോയറ്റ് ട്രാൻസ്ലേറ്റർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഈ പ്രൊഫസറുമായിരുന്നു ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ. ബട്ട് ദ കൈൻഡ് ഓഫ് പ്രോളിഫിക് തിങ്സ് ഹി ഹാസ് അച്ചീവ്ഡ്, ട്രാൻസ്ലേഷൻസ് ആണെങ്കിലും കന്നഡയിൽ നിന്ന് പലതും ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത്രയും കോൺട്രിബ്യൂഷൻ ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേര് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പോയറ്റ്സ് ആണ്. പക്ഷെ ഞാൻ പിന്നെ കോളേജിൽ IIT കാലത്ത് ഇംഗ്ലീഷ് പോയം എഴുതി. ബട്ട് ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ എം വെരി എംബാരസ്ഡ് ടു ടോക്ക് അബൌട്ട് മൈ പോയംസ്. അപ്പോഴും ഒരു ബുക്ക് പബ്ലിഷ്ഡ് ആയി അപ്പോ. ബട്ട് എനിക്ക് തോന്നുന്നു എവറിബഡി ഗോസ് ടു ദാറ്റ് സ്റ്റേജ്, റൈറ്റേഴ്സ് ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് തോന്നില്ല എന്റെ തന്നെ ഒരു വോയിസ് അപ്പോ ഉണ്ടായിരുന്നു എന്ന് തോന്നില്ല. സോ ഐ എം റിയലി എംബാരസ്ഡ് അബൌട്ട് ഓൾ മൈ റൈറ്റിംഗ്സ്, കോളേജ് കാലത്തുള്ള IIT സമയത്ത് എഴുതിയതും ഈ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്ത ബുക്കും ഇൻക്ലൂഡിങ്. ആൻഡ് ദെൻ ഐ വാസ് സൈലന്റ് ഫോർ നിയർലി ലൈക്ക് 7-8 years, പിന്നെ ഒന്നും എഴുതിയിട്ടില്ല. ആൻഡ് അഗൈൻ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2018 ദാറ്റ് ഒരു ലോ ഫേസ്, ഒരു ഹെൽത്തും അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോ വായന മാത്രമായിരുന്നു, വീണ്ടും വായനയിലേക്ക് പോകാനുള്ള ഒരു സമയം കിട്ടി.
ആൻഡ് എനിക്ക് മനസ്സിലായി ലൈക്ക് എനിക്ക് ഏറ്റവും വൾണറബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മീഡിയം പോയിട്രി ആണെന്ന് തോന്നി. എനിക്ക് എന്നെ തന്നെ മേ ബി എന്നെ പറ്റി തന്നെ പറയാൻ പറ്റുന്ന ഒരു മീഡിയം എന്ന് തോന്നി. അപ്പൊ ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എഴുതുന്ന കൂട്ടത്തിൽ ഇപ്പൊ US UK ജേർണൽസിനൊക്കെ അയക്കാൻ തുടങ്ങി. ഇപ്പൊ പബ്ലിഷ്ഡ് ആയി വന്നു. ഇപ്പൊ ഇൻക്ലൂഡിംഗ് സാഹിത്യ അക്കാദമിയിൽ വന്നിരുന്നു. In 2019, 5 of my poems were actually featured in Indian literature. സാഹിത്യ അക്കാദമി അവരുടെ ജേർണലാണ്. പിന്നെ ഈ അടുത്തിടയില് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പോയിട്രി കൊളാബറേഷന്റെ ഭാഗമാവാൻ പറ്റി. ഈ പാൻഡമിക്കിന്റെ സമയത്ത് ദീപ ഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ദുബായ് ബേസ്ഡ് ആർട്ടിസ്റ്റും ക്യൂറേറ്ററും ആണ്. അപ്പൊ ദീപ ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തു. അതിന്റെ പേര് ഇഗ്നൈറ്റ് ഫ്രം വിത്തിൻ ദ കൺഫൈൻസ് അതായിരുന്നു ഞങ്ങൾ ടൈറ്റില്. ആൻഡ് ഷീ ബ്രോട്ട് ടുഗെദർ ഒരു 8 ആർട്ടിസ്റ്റിനെയും 8 പോയിറ്റ്സിനെയും ലോകത്ത് മുഴുവനുള്ള പല കൺട്രികളിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്നു. ആൻഡ് ഈ ആർട്ടിസ്റ്റ് ആൻഡ് പോയിറ്റ്സ് ആർ ഗോയിങ് ടു റിഫ്ലക്ട് ഓൺ ഈ പാൻഡമിക് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു തീമിലേക്കായിരുന്നു. അപ്പം ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന വർക്ക്സിനെ ബേസ് ചെയ്തിട്ട് പോയിറ്റ്സ് പോയംസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇറ്റ് വാസ് ലൈക് പോസിറ്റീവ്ലി ചലഞ്ചിങ് ദാറ്റ് വേ. നമ്മൾ ലിമിറ്റ്സ് ഒക്കെ പുഷ് ചെയ്തിട്ട് ഉള്ള ഒരു ഭയങ്കര ഞാൻ എൻജോയ് ചെയ്ത എക്സസൈസ് ആയിരുന്നു. അപ്പോ ഇപ്പം അത് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ November അത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് വാസ് ലൈക് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ബീൻ ആക്ച്വലി പാർട്ട് ഓഫ് ആ ഒരു വലിയ നല്ല ടീം. So it was extempore. So who actually who ignited the idea, the artist or the poet? You mean the poems or? Yeah. So you were creating lines based on what the artist was drawing, or was there a subject? No, what the artist was drawing, and that was based on the pandemic. അപ്പൊ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന കാര്യങ്ങൾ പാൻഡമിക് എന്നുള്ള റിഫ്ലക്ഷൻസ് ആയിരിക്കും. ഞാൻ പേര് ചെയ്ത് ദീപ ഗോപാലുമായിട്ട് തന്നെയാണ്, ക്യൂറേറ്റർ തന്നെയായിരുന്നു എക്സിബിഷൻ. അപ്പം ദീപയുടെ വർക്ക്സിലൊക്കെ സ്ത്രീകളുടെ ഇന്നർ വേൾഡ്സ് പാൻഡമിക്കിന്റെ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന വർക്ക്സ് ആയിരുന്നു. അപ്പൊ എന്റെ കവിതകളും ഇൻ എ വേ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എഴുതിയത്. സ്ത്രീകൾ എങ്ങനെയാണ് പാൻഡമിക് എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ള ഒരു ത്രെഡിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തത്. അപ്പൊ ആ വർക്ക് ചെയ്തതിൽ കൂടെ തന്നെ പരസ്പരം സംസാരിക്കുക, ഞങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ് എന്താണെന്ന് ലൈക് ആർട്ടിസ്റ്റിനും പോയിറ്റ്സിനും ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. I would like to know about Kirtik, his plans, just of it, if you can share. Sure. So my husband is Kirtik Shashidharan. I mean, mainly he's working in the banking industry in New York, but mainly our real passion is writing. അപ്പോ ഇപ്പം കീർത്തിക്കിന് ഒരു പുതിയ ബുക്ക് വരികയാണ്, which is The Dharma Forest, and that's a fiction book, novel based on Mahabharata. അപ്പോ അത് like it will be soon released. He used to be a former columnist for The Hindu. പിന്നെ ഇപ്പം The Open'ൽ columns എഴുതാറുണ്ട്. So yeah. You had an inclination to Kathakali and performing arts and all? I was trained in dance, not Kathakali, പക്ഷേ for almost I think 6 to 7 years. Which was again back to school days. മോഹിനിയാട്ടം ഭരതനാട്യം ആയിരുന്നു. And I used to occasionally perform even during my college days. And I enjoyed choreographing as well, but very basic. പിന്നെ അത് അങ്ങനെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. Talking about your future plans in terms of professional growth as well as your personal interests, like poetry is one. Interesting. And frankly iപ്പം ഞാൻ one day at a time എന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Professionally, yes, I think I want to continue working in the development sector. അത് ഉറപ്പാണ്. അതിപ്പോ ഏത് മേഖലയാണ്, ഇപ്പൊ വേറെ പുതിയ മേഖലകൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ഇപ്പൊ ചെയ്യുന്നത് ജെൻഡർ പോളിസി, വിമൻസ് റൈറ്റ്സ് ഏരിയ ആണ്. ഇപ്പൊ എനിക്ക് കൂടുതൽ മൈഗ്രേഷൻ പോളിസി, ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ് എന്റെ രണ്ട് വേറെ ഇൻട്രസ്റ്റ് ഏരിയാസ് ആണ്. സോ ഐ തിങ്ക് എനിക്ക് അത് കൂടുതൽ പഠിക്കണം എന്നുണ്ട്, കൂടുതൽ പ്രോജക്ട്സ് ആ ഏരിയയിൽ ചെയ്യണം എന്നും താല്പര്യമുണ്ട്. പിന്നെ മിക്സ് ഓഫ് പോളിസിയും കമ്മ്യൂണിക്കേഷനും കൂടെ എങ്ങനെ ഒരുമിച്ച് ചെയ്യണം എന്നും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇപ്പൊ ക്യാമ്പയിനിങ്ങിൽ ഉപയോഗിച്ച പോലെ ഡെവലപ്മെന്റ് മെസ്സേജസ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ആളുകളുടെ അടുത്ത് എത്തിക്കാം എന്നത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ആൻഡ് അറ്റ് പേഴ്സണൽ ലെവൽ ഇപ്പൊ കൂടുതൽ പോയിട്രി നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ മീൻ മേ ബി ഇൻ ഫ്യൂ ഇയേഴ്സ് ഒരു പുസ്തകം വീണ്ടും ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിസ്റ്റന്റ് ഡ്രീം. എനിക്കറിയില്ല നടക്കുമെന്ന്.
ബട്ട് ഇപ്പൊ എഴുതാറുണ്ട്. അപ്പൊ കൂടുതൽ ബേസിക്കലി ആ ഗോളിൽ എത്തണമെങ്കിൽ ഞാൻ കൂടുതൽ എഴുതണം. ആൻഡ് അപ്പം അത് കൂടുതൽ എഴുതണം എന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് ഒരു ഡിസ്റ്റന്റ് ഡ്രീം, ദാറ്റ് ഒരു ഇംഗ്ലീഷ് പോയിട്രിയുടെ ഒരു ആന്തോളജി എന്നുള്ളത്. So there are opportunities, in these roles, like to take part in policy making. I mean, it's not something that happens overnight, but of course, if you could guide us in, okay, there are opportunities in these areas. I mean, in short, or on a high level, for students, basically, they can plan their life as in, okay, there are opportunities in these areas, and I have interest in this area. So അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ട്? ഷുവർ. എനിക്ക് സ്റ്റുഡൻസ്, എസ്പെഷ്യലി കോളേജ് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പം എസ്പെഷ്യലി അവർക്ക് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. ബിക്കോസ് അവിടെയാണ് എനിക്ക് കുറച്ച് എക്സ്പേർട്ടീസ് ഉള്ളത്. മറ്റു മേഖലകളിൽ അധികം പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. സോ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഐ തിങ്ക് ഈ പറയുന്ന പോലെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുക. നമ്മുടെ SWOT അനാലിസിസ് മുമ്പ് ഞാൻ പറഞ്ഞു, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. പക്ഷെ അതിൽ സ്ട്രെങ്ത് എന്തൊക്കെയാണ് and areas for improvement, as you said. Weakness ne pagaram namukku areas for improvement nu parayam. So we will start from there. അതല്ലാതെ ഇപ്പം നിങ്ങളുടെ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇപ്പോൾ IIT പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു HSEE, HSEE എൻട്രൻസ് എക്സാം എന്നാണെന്ന് പറയുക. അപ്പൊ അതിന് നിങ്ങൾക്ക് പ്ലസ് 2 കാലം മുതലേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഒരു ഓൾ ഇന്ത്യ ഞാൻ എഴുതുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾ ഇന്ത്യ 30 സീറ്റ്സ്. ഇപ്പൊ കുറച്ചും കൂടെ സീറ്റ്സ് കൂടിയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് വെരി കോമ്പറ്റേറ്റീവ് ആ എക്സാം. അപ്പം പ്ലീസ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഇൻ കേസ് ലൈക്ക് ഏർലി ഓൺ. അതിൽ കോച്ചിങ് അവൈലബിൾ ആണ്. അതിനിപ്പോ കുറെ വർഷങ്ങളായതിനു ശേഷം കോച്ചിങ് ഒക്കെ അവൈലബിൾ ആണ്. ഈവൻ ഐ ഡിഡ് എ സ്മോൾ ക്രാഷ് കോഴ്സ് ബിഫോർ റൈറ്റിംഗ് ദി എൻട്രൻസ്. അപ്പം ഇൻ കേസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അത്, ആൻഡ് IIT പോലുള്ള ഒരു സ്ഥാപനം, ഇറ്റ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് എക്സ്പോഷർ. നമ്മൾ സെയിം ക്യാമ്പസിലാണ്, എഞ്ചിനീയറിംഗും ഹ്യൂമാനിറ്റീസും എല്ലാം സെയിം ക്യാമ്പസ് ആണ്. അപ്പം പിന്നെ അവിടെ വരുന്ന നമുക്ക് കുറെ ഇവന്റ്സുകളിൽ പങ്കെടുക്കാം. സ്പീക്കേഴ്സ് വരും. ലൈക്ക് ഞങ്ങൾക്ക് എക്സ്ട്രാ മ്യൂറൽ ലെക്ചേഴ്സ് ഒരു സീരീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വിൽ ബി വെരി ഇൻസ്പയറിംഗ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഓരോ ഫീൽഡിലുള്ള ആ മേഖലയിൽ നിന്നുള്ള ഏറ്റവും എക്സ്പേർട്ടീസ് ഉള്ള ആളുകളായിരിക്കും സംസാരിക്കാൻ വരിക. IIT തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്റേൺഷിപ്സും വോളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയാണെങ്കിൽ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഡെവലപ്മെന്റ് സെക്ടറിലും UN-ലും NGOs-ലും ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹൗ ഒരു ഡെവലപ്മെന്റ് വർക്ക്സ് അത് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ IIT വെച്ചിട്ട് IIT ഫോർ വില്ലേജസ്, IVIL എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ചേർന്ന് ചില ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയിട്ട് എഡ്യൂക്കേഷണൽ ക്യാമ്പ്സും ഹെൽത്ത് ക്യാമ്പ്സും ഒക്കെ അവിടെ നടത്താറുണ്ടായിരുന്നു. ഞാൻ അവിടെ പോകുമ്പോഴാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ IIT-യിൽ വലിയ തിയറികളും ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാസ് റൂട്ട്സിലോട്ട് പോകുന്നത്. ആൻഡ് ഐ റിയലൈസ്ഡ് അവിടെ ഇപ്പോഴും അൺടച്ചബിലിറ്റി ഇംപ്ലിസിറ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 17 അല്ലേ, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ആർട്ടിക്കിൾ 17, ഇറ്റ്സ് അബോളിഷ്ഡ്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗിൽ നമ്മളൊരു ലൈബ്രറി സെറ്റപ്പ് ചെയ്തിരുന്നു. അപ്പൊ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇംപ്ലിസിറ്റ്ലി അൺടച്ചബിലിറ്റി ഈസ് പ്രാക്ടീസ്ഡ്. അപ്പൊ ഇങ്ങനത്തെ ഇൻസൈറ്റ്സ് ഒരിക്കലും നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിഷ് നോളജ് ഒന്നും ഒരിക്കലും കിട്ടില്ല. സോ യു ഹാവ് ടു ബി ദെയർ ഇൻ ദ ഫീൽഡ്, എസ്പെഷ്യലി ഈ ഏരിയാസിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ. സോ പ്ലീസ് എത്രയും ഇന്റേൺഷിപ്സും വോളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ കോളേജ് കാലത്തും സ്കൂൾ കാലത്തും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബ്രേക്സ് കിട്ടുമ്പോൾ ചെയ്യുക. ലൈക്ക് യൂഷ്വലി യു ഹാവ് സമ്മർ ആൻഡ് വിന്റർ ബ്രേക്സ് വെൻ യു കൻ ആക്ച്വലി ഡു ഇറ്റ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, പല യൂണിവേഴ്സിറ്റീസും ഇപ്പൊ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇപ്പം ഐ നോ what IIT ജർമ്മനിയായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കറിയാം പല യൂണിവേഴ്സിറ്റിക്ക് പല അങ്ങനത്തെ പാർട്ട്ണർഷിപ്സ്, ഈവൻ ഇന്ത്യയിൽ തന്നെയുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ബേസിക്കലി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക. ഇനിയിപ്പോ UN-ലാണ് നിങ്ങളുടെ സ്പെസിഫിക് ഇൻട്രസ്റ്റ് എങ്കിൽ ഇന്റേൺഷിപ്സ് ഒരു ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കൺസൾട്ടന്റ് ആവാം, അല്ലെങ്കിൽ പിന്നെ സ്റ്റാഫ് പൊസിഷൻസിലേക്ക് വരാം. ബട്ട് ഇറ്റ്സ് എ ഗുഡ് എൻട്രി പോയിന്റ് ഇന്റേൺഷിപ്സ്. And unfortunately, I should mention that most of the UN internships are unpaid. ചില UN entities ഉണ്ട്, ഓഫീസസ് ഉണ്ട് പേ ചെയ്യുന്നത്, പക്ഷെ മിക്കതും അൺപെയ്ഡ് ആണ്. അപ്പൊ അതൊരു പലർക്കും അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് UNV എന്ന് പറയും, UN വോളണ്ടിയേഴ്സ്. അത് UNDP നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ്, നമ്മൾ വോളണ്ടിയർ എന്ന് കേൾക്കുമ്പോൾ ഓക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് അൺപെയ്ഡ് എന്നുള്ള ഒരു കൊണറ്റേഷൻ ആണ്.
പക്ഷെ ഇതില് ദീസ് ആർ പെയ്ഡ് അസൈൻമെന്റ്സ്. സോ യു ക്യാൻ ജസ്റ്റ് ലുക്ക് അപ്പ് ഓൺ ഗൂഗിൾ ഈ UNME പ്രോഗ്രാം. ആൻഡ് ഇത് പലതും ചിലപ്പോൾ ഓൺലൈൻ അസൈൻമെന്റ്സും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. This is also a good entry point. Internships പോലെ തന്നെ if students want to explore it. പിന്നെ maybe if you're interested in higher studies, in the development, international affairs or international relations, human rights. അപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഹ്യൂമൻ റൈറ്റ്സിലും കോൺഫ്ലിക്ട് ആൻഡ് സെക്യൂരിറ്റി അങ്ങനെ 2 വിഷയത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളെ പറ്റി ഒരു റിസർച്ച് നടത്താം. ലൈക് യു ക്യാൻ കമ്പയർ ഇൻഫർമേഷൻ. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി പഠിക്കാം. അപ്പം US യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ GRE എഴുതണം. TOEFL എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ഉണ്ടാവും. അപ്പം അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ റിക്വയർമെന്റ് ആവും. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും നിങ്ങളിപ്പോ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ആൻഡ് മൈ പേഴ്സണൽ ഒരു അഡ്വൈസ് ഇസ് ദാറ്റ് നിങ്ങൾ 1 വർഷമെങ്കിലും അതിനായിട്ട് മാറ്റി വെക്കുക. ബിക്കോസ് ഐ ഡിഡ് ഇറ്റ് ഇൻ ലൈക്ക് 3 months ആൻഡ് ദാറ്റ്സ് റിയലി നോട്ട്, അത് ശരിയാവില്ല. അപ്പോ നിങ്ങൾ ഈ കുറെ എക്സാംസ് എഴുതണമായിരിക്കും ചിലപ്പോൾ. പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണം നിങ്ങളുടെ പ്രൊഫസേഴ്സിന്. അപ്പൊ ഇതിനൊക്കെ ഇപ്പം എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹയർ സ്റ്റഡീസ്, PhD അല്ലെങ്കിൽ MA പ്രോഗ്രാമിനൊക്കെ ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. സോ ലൈക്ക് 1 വർഷമെങ്കിലും മാറ്റി വെക്കുക. സോ ഐ തിങ്ക് ഐ വാസ് ലൈക്ക് ഓൾ ഓവർ ദ പ്ലേസ്. പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് ജനറലി ഇപ്പോൾ ഓർമ്മ വരുന്നത്. First thing everyone will look for is, okay, is that affordable? Can I do it? Or if I start, whether I'll be able to complete? അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും സേ ലൈക്ക് ഗ്രാൻഡ്സ് ഓർ സ്കോളർഷിപ്സ് ഓർ സംതിങ് ഈസ് അവൈലബിൾ. അപ്പോൾ അതിന് അങ്ങനെ എന്തെങ്കിലും ഇൻസൈറ്റ്സ് വിൽ ഹെൽപ്പ്. ഷുവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ദ ഗുഡ് തിങ് ഈസ് പല യൂണിവേഴ്സിറ്റീസും സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റീസ് US എടുത്താലും UK എടുത്താലും ഒക്കെ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫോർ മൈ ലൈക്ക് സെക്കൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇറ്റ് വാസ് ലൈക്ക് പാർഷ്യലി ഫണ്ടഡ്. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയോണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. ആൻഡ് ആസ് യു റൈറ്റ്ലി സെഡ്, അത് പലപ്പോഴും അഫോർഡബിൾ അല്ല നമുക്ക്. കാരണം അത്രയും എക്സ്പെൻഡിച്ചർ വളരെയാണ്, കോസ്റ്റ്ലി ആണ് എഡ്യൂക്കേഷൻ. വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ ദ ഗുഡ് തിങ് ഈസ് പല യൂണിവേഴ്സിറ്റീസും, അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ലൈക്ക് ഡിഫറെന്റ് ആയിരിക്കും, പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുന്നു എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് വെബിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് റിസർച്ച് ചെയ്യാം, ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട്. പിന്നെ ദ ഗുഡ് തിങ് ഈസ് യു ക്യാൻ ഓൾസോ റൈറ്റ് ടു ദം. ആൻഡ് യൂഷ്വലി അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസ്പോൺസ് വരും. നിങ്ങൾക്ക് ചോദിക്കാം, എഴുതി തന്നെ ചോദിക്കാം അവരുടെ അഡ്മിൻ ടീമിനോട്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ടോ പ്രോഗ്രാം. ആൻഡ് ദി അതർ തിങ് ഈസ് പല യൂണിവേഴ്സിറ്റീസും ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ക്യാമ്പസ് എംപ്ലോയ്മെന്റിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ക്യാമ്പസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, ഒരു റിസർച്ച് ഇന്ത്യ ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി തന്നെ. സോ ദാറ്റ് വാസ് മൈ അതർ ഫണ്ടിങ് ഓപ്ഷൻ ദർ. അപ്പം എനിക്ക് തോന്നുന്നു അതും ഒരു ഈവൻ നിങ്ങൾ ആദ്യം റിസർച്ച് ചെയ്യുമ്പോൾ അതും നോക്കാം, എന്തൊക്കെ സ്ഥാപനങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ. ഈവൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ അവർക്ക് അയച്ചു കൊടുക്കാം, ലൈക്ക് വൺസ് യു ഗെറ്റ് ദി അഡ്മിഷൻ എക്സെട്ര. അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് സ്കോളർഷിപ്പ് കുറെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഫ്രണ്ട്സും പലരുടെയും ഈവൻ ഡോക്ടറൽ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, PhD പ്രോഗ്രാംസ് ആർ ബീങ് ഫണ്ടഡ് ഫോർ ഈവൻ 4 years. അപ്പോൾ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Quite insightful. I think I like to cut it here because it will be too much for anyone to chew lots of information. So but of course we'll come back to you because this is like I don't know whether even though people can do research over the internet, but then it's like a scattered information, as anyone can point out, with regard to the information available on the internet. But specific information like this, I mean, not just the information, these experiences, like ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, as in to work in a global organization and such policy making, such experiences in this young age. So those things are very very interesting. I'll definitely come back for more information and more detailed talks. I would wish all the very best for you being a poet, coming up with your new books. Also to Kirtik, I think it's a set of 3 books, right? It's a set of 3 books planning to be released in 3 years. ഇപ്പൊ ആദ്യത്തെ വോളിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്.
So on behalf of the viewers who are listening, I would wish him all the best. And thank you so much, Ardra. It was so Thank you nice so talking to you. Thanks to you. I really enjoyed this conversation.